പറ. ഹലോ ഹലോ. ഞാൻ ഡഫാണ്. ഒന്ന് പറഞ്ഞു 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 പറഞ്ഞു. മക്കളുടെ പി ഒ വി കാണിക്കാമോ? എന്ത് പി ഒ വി ഉള്ള പി ഒ വിസ് ഞാൻ നിന്റെ ചോദിച്ചതല്ലേ ഇപ്പൊ ഫസ്റ്റ്. നിന്റെ ഒരു പി ഒ വി ഉണ്ടെങ്കിൽ കാണിക്കുന്നേ. എന്തിന്റെ പി ഒ വി ഞാൻ ഇപ്പോൾ കാണിക്കേണ്ടത്? ഒന്ന് ജി എച്ച് കെ ജി ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായത് എങ്ങനെയാ? അത് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. കെ ജി ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞാല് നമ്മളെ കൂട്ടത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ നീ സിറ്റിസൺ ആണോ? സിറ്റിസൺ ആണ്. ഗ്യാങ്ങിന് എങ്ങനെ പോയി സിറ്റുവേഷൻ വള്ളി പിടിക്കാൻ അല്ല ഗ്യാങ് എന്തിനാ സിറ്റിസനെ കയറി ചോരേണ്ട കാര്യം എന്ത് ഗ്യാങ്ങിന്? ആരാ അടിക്കാൻ? സിറ്റിസന്റെ അടുത്ത് എന്തിനാണ് ഗ്യാങ് വന്നിട്ട് കൊണയടിക്കുന്നത്? എന്ത് കൊണയടിച്ചു? അതിന്റെ പി ഒ വി എന്തെങ്കിലും പറഞ്ഞേ. നമുക്ക് വേറൊരു നമ്മളെ ഗ്യാങ് ഉണ്ട് മംഗലശ്ശേരി എന്ന് പറഞ്ഞിട്ട്. മെൻഷൻ ആക്കിയിട്ട് വലിയ ഡയലോഗിൽ അടിച്ചിട്ട് നമ്മളെ മെമ്പറിനെ വെറുതെ ഞങ്ങൾക്ക് കൊന്നിട്ട് പുറത്തുനിന്ന് ഏറ്റവും ഫുള്ള് ഓസി മംഗലശ്ശേരി സിറ്റി. ഇവിടെ സിറ്റിയിൽ ഇല്ലാല. സിറ്റിയിൽ ഇല്ലാത്ത എന്തിനാന്ന് ഓര് പറയുന്നത്? അപ്പൊ അത് സിറ്റിയിൽ ഇല്ലാത്ത കാര്യല്ലേ? അപ്പൊ നമ്മ ആർ പി ബേസിൽ എടുത്തത്. ഇതും ആർ പി ബേസ് തന്നെ. അപ്പൊ ഓരെന്തിനാണ് വെറുതെ പുറത്തുള്ള ഒരു ഗ്യാങ്ങിനെ മനസ്സിലാക്കിട്ട് ഇവിടെ വന്നിട്ട് അടിക്കുന്നത്? ഇവിടെ പുറത്തുള്ള ഗ്യാങ് ആണ്ടോ? നമ്മൾ ഇവിടെ പുറത്തുള്ള ഗ്യാങ് നിങ്ങൾ പുറത്തുള്ളതായിരിക്കും, പുറത്തായിരിക്കണം. നമ്മ പുറത്തുള്ളതാണ്. നമ്മ പുറത്തുള്ളത് തന്നെയാണ് അമ്മയും പറയുന്നത്. അപ്പൊ പുറത്തുള്ള പേരെടുത്ത് ഇവിടെ പറഞ്ഞിട്ട് എന്തിനാണ് അടി ഉണ്ടാക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കണം ഒറ്റ 2-3 കാര്യങ്ങളോ. ഒന്ന് ജി എച്ച് കില്ല് ചെയ്തതിന്റെ പി ഒ വി കാണിക്കണം. അതൊന്ന് ജി എച്ചില് കെ ജിയിലെ ഒരാളെ കില്ല് ചെയ്യണതിന്റെ പി ഒ വി കാണണം. എന്തിനാണ് കില്ല് ചെയ്ത്? അതിനുള്ള ആക്ഷൻ. ജി എച്ചിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫയർ ആക്കി. അത് ഫയർ ആക്കുമ്പോൾ ഒരു അഡ്മിൻ എന്റെ മുന്നിലുണ്ടായി. ഞാൻ ചോദിച്ചതിന്റെ നീ ആൻസർ ഇതാ. അതല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പൊട്ടനാണ്. ഞാൻ എത്ര ടൈം നീ പറയുന്നല്ലേ പറഞ്ഞത് ജി എച്ചിന്റെ ഉള്ളിൽ നിന്ന് അടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നില്ല. നീ വേറെ എവിടെയെങ്കിലും പറയൂ. മക്കള് വേറെ എവിടെയും പറഞ്ഞോ. നീന്നൊക്കെ ഇവിടെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ചോദിച്ചെന്താ കുട്ടന്റെ പി ഒ വി ഉണ്ടെങ്കിൽ പി ഒ വി കാണിക്കാനേ പറഞ്ഞോളൂ. എന്ന് വെച്ചാൽ ജി എച്ചിന് കില്ല് ചെയ്യാൻ പാടില്ല. ഒരു ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഇല്ലാതെ കയറി അടിക്കാൻ. ഗ്യാങ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് ഫയർ ആക്കാൻ പറ്റൂല. ഇതെന്ത് പരിപാടിയാണ്? ഇവർക്ക് ഗ്യാങ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് അടിക്കാൻ പറ്റും, തിരിച്ചടിക്കാൻ പറ്റില്ല. അമ്മ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പറയുന്നത്. ഗ്യാങ് ഹൗസിന്റെ അവിടെ കയറി നിൽക്കാനോ ഇതാക്കാനോ പറ്റുമോ? അതിന് ഗ്യാങ് ഹൗസിന്റെ ഉള്ളിൽ ആരാ കുട്ടനടുത്തല്ല ചോദിക്കണേ. കുട്ടനടുത്തല്ല. കുട്ടാന്നല്ലേ വിളിച്ചോളൂ. ഞാൻ വേറെ എന്തെങ്കിലും അക്ഷരം മാറ്റിയില്ല വിളിച്ചത്. ഇവിടെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ തന്നെ ഒരു പൊട്ടനെ പോലെ സംസാരിക്കും. മര്യാദക്ക് സംസാരിക്കും. ഇതാ എന്റെ ടോൺ എന്താന്ന് എന്റെ ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ആളെ സംസാരിക്കുന്നത്. മര്യാദക്ക് നല്ലതിൽ പറ. ഇതെന്താണ് കുട്ട മോനെ കുട്ട? ഇതെന്താ? ശീലമുള്ളവനായോണ്ട് ഞാൻ അങ്ങനെ വിളിക്കൂ. എനിക്ക് മാറ്റി വിളിക്കാൻ അറിയില്ല. വേറെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ സ്വാമിയായിട്ടിരിക്കാനുള്ളത്തോളം എനിക്ക് വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഞാൻ മോനെ ചക്കരെ മുത്തേ പേര് വിളിക്കണമെങ്കിൽ പേര് മര്യാദക്ക് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കുക. എന്ത് ഇപ്പൊ പറഞ്ഞേക്കൂടാ മക്കളുടെ ഞാൻ പി ഒ വി ചോദിച്ചു. മക്കളാ പി ഒ വി ഉണ്ടോ കാണിക്കേ പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ പറയുന്നത് എന്തിന്റെ പി ഒ വി ആണ്? ഗ്യാങ് ഹൗസിന്റെ ഉള്ളിലേക്ക് ഫയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാങ് ഹൗസിന്റെ ഉള്ളിൽ കയറുന്ന പി ഒ വി അങ്ങനെ എന്തെങ്കിലും എന്താണ് പി ഒ വി എന്ന് പറയുന്നത്? പി ഒ വി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കണ്ടായിരുന്നു? ബ്രോയിന് എന്താ ഇഷ്യൂ? എന്നെ വി സി വിളിച്ച് എൻ്റെ അടുത്ത് എന്താ ഇഷ്യൂ എന്ന് ചോദിക്കുന്നത്? നിങ്ങളെ ഡെഫർപ്പ് ചെയ്തിട്ട് വി സി വിളിച്ചിട്ട് അതിന് നമ്മ തെറി ഞാൻ തെറി വിളിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ തെറി വിളിച്ച പ്രൂഫ് കാണിച്ചു. അതിന് ആ പി ഒ വിയിൽ ഞാൻ ഇല്ലാന്ന് പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അതല്ലേ സ്വാമി ഞാൻ പറയുന്നത്. സ്വാമി ആ പി ഒ വിലുള്ള ഞാനല്ല. ഞങ്ങള് കേട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ 2-3 അത് മൈക്കിന്ന് പറഞ്ഞവന്റെ പി ഒ വി നിങ്ങൾ എന്നെ കാണിച്ചിട്ട് ഞാൻ വിളിച്ചോ ഇനി എടാന്നൊക്കെ വേറെ ആരെങ്കിലും വിളിച്ചോ? എടാ ബീസ്റ്റ് ആക്ഷൻ എടുത്തിട്ട് പിന്നെ ഗ്യാങ് ഹൗസിന്റെ അകത്ത് ഫയർ ചെയ്തിട്ടുണ്ട്. ഗ്യാങ് ഹൗസ് ഫയർ ചെയ്തിട്ടുണ്ടല്ലോ. അതുണ്ടല്ലോ. ഞാൻ ഒന്നും കൂടി പറയുന്ന മര്യാദക്ക് കേക്ക്. അവനടുത്താണ് ഞാൻ ചോദിക്കണേ. ഞാൻ ഒന്ന് പറയുന്ന ഒന്നും കൂടി കേക്ക്. ഒന്നും കൂടി പറയും മര്യാദക്ക് കേക്ക്. ഒന്ന് മര്യാദക്ക് കേക്കട പറയുന്നത്. ഇനി ഇവിടെ മര്യാദക്ക് കേക്ക്. ഞാൻ മാന്യമായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഒരാളുടെ അടുത്ത് എന്റെ ഇതിനകത്തിരിക്കുന്നവരുടെ അടുത്താണ് ചോദിക്കുന്നത്. അവൻ ആൻസർ തന്ന ശേഷം നിന്റെ അടുത്ത് സംസാരിക്കും. ഒരു തവണ കൂടെ കേൾക്കാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ല. ഇതിന്റെ പി ഒ വി ഉണ്ടോ ചോദിച്ചു. എന്ന് വെച്ചാൽ പി ഒ വി ഉണ്ടെന്നാണ് അവരും പറഞ്ഞത്. കെ വിയിലുള്ളവര് ഒരാൾ വന്ന് പറഞ്ഞത്.
അപ്പൊ അതുകൊണ്ടാണ് നിന്നെ വിളിച്ചിട്ട് ആ POV ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് ആക്ഷൻ എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ. ഞാൻ ഒന്നും കൂടി മര്യാദക്ക് പറഞ്ഞുതരാം. നിങ്ങൾ കാണിച്ചേ എന്നൊന്ന് പറയാൻ വിടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളോട് ചോദിക്കുകയല്ലേ, അയാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടൻ്റെ അടുത്ത് സംസാരിക്കാം. കുട്ടൻ വെയിറ്റ് ചെയ്യ്. എടാ ബീസ്റ്റേ, എടാ ഞാൻ എന്താ നേരത്തെ നിന്റെ അടുത്ത് ചോദിച്ചേ? വേറെ എന്താ ചോദിച്ചേ ബീസ്റ്റിന്റെ അടുത്ത്? പോയി, കയ്യിൽ നിന്ന് പോയി. ഇല്ലടാ, ഒരു മിനിറ്റ്. ഓക്കേടാ ബീസ്റ്റേടാ, GH കാരനെ POV കണ്ടല്ലോ? ഉണ്ട്. POV കാണുന്നില്ല. ഞാൻ ആ സെയിം സ്പോട്ടില് ആളിനെ ഫ്രീസ് ചെയ്തു, VC വരാൻ വിളിച്ചു. അതും ചെയ്തോ, എല്ലാം ചെയ്തോ? ആൻസർ VC വന്നു ആള്. ഇല്ല, വന്നില്ല. ഇപ്പോഴാണ് VC വരണത്. ഹലോ ബ്രോയ്ക്ക് ഇദ്ദേഹം, അതായത് ഇതേ ബീസ്റ്റ് എന്ന് പറഞ്ഞ ആള് സിറ്റിക്കകത്ത് നിന്നിട്ട് കിക്ക് ചെയ്യുകയും ചെയ്തിട്ട് VC വരാൻ പറഞ്ഞിരുന്നോ? കിക്ക് ചെയ്യാൻ കണക്കറിഞ്ഞ ഞാൻ ആ ടൈം AFK അതുണ്ടായത്. സൂപ്പർ ബീസ്റ്റേ. ജോയിൻ എങ്ങനെ വെച്ചാൽ ആള് പറഞ്ഞ് ആള് AFK ആയിരുന്നു. ആളിന്റെ ക്യാരക്ടർ ഇരുന്നു എനിച്ച് ഗണ്ണിട്ട് ഫയർ ചെയ്ത് എല്ലാം ചെയ്തു. AFK അത് ആള് AFK എന്നല്ലേ ഇപ്പൊ പറഞ്ഞു? അല്ല എന്നെ അപ്പ ഞാൻ പറഞ്ഞില്ല അവിടെ വെയിറ്റ് ഉണ്ട്. ഇങ്ങനെ ആ പറഞ്ഞു എനക്ക് തിരിയണ്ടായി. അപ്പം എന്നെ അവിടെ നിന്ന് എടുത്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വേറെ ഗ്യാങ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന്. മറ്റേ ആ ബ്രോനെ മുന്നേ എൻ്റെ ഡൗൺ ആക്കിയത് കണ്ടതല്ലേ? നീ പറഞ്ഞ് എൻ്റെ അടുത്ത് മൈക്ക് ഓൺ ആക്കിയിട്ട് എന്താ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. അത് പറ, നിന്റെ മുന്നേ എൻ്റെ ഡൗൺ ആക്കിയ ഓൺലൈൻ ഉണ്ടോ? ഗോപാലൻ സിറ്റിയിലുണ്ടോ? ഗോപാലൻ ഇല്ല. ഞാൻ ഇപ്പൊ കയറാം. വെയിറ്റ് കിട്ടി. നീ ചോദിച്ചോടാ ബീസ്റ്റേ. കാണിച്ച POV ഈ തിരവിളിക്കുന്ന POVല് ഉണ്ടായത് ഡൊമിനിക് ബ്രോ അല്ല എന്നാണ് എടാ KJ അതിനാകിടുന്ന 1000 വട്ടം അതിനെ മലയാളത്തിൽ പറഞ്ഞു. ഇവനിക്കൊന്നും തിരിയുന്നില്ല പറഞ്ഞിട്ട് എത്ര വട്ടായി നിങ്ങൾ പറയുന്നു. ശരി നീ പിന്നെ അത് വിട്ടേക്ക്, അത് ഞങ്ങള് വിടാം. ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കേൾക്കണം. നിങ്ങളുടെ സൈഡ് ഒരു ഇഷ്യൂ മാത്രമല്ല, നിങ്ങളുടെ സൈഡ് 2-3 ഇഷ്യൂ ഉണ്ട്. 2-3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പൊ ഒന്നിന് ക്ലിയർ ആയല്ലോ. ഒന്നിന് ക്ലിയർ ആയ ഞാൻ കിടാൻ 10 മിനിറ്റ് ആയില്ല. ഞാനെല്ലാം ടോക്സിക് ആയെന്ന് പറയുന്നത്. അപ്പം ഇടുന്നുണ്ട് കുട്ടാ മോനെ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ലോജിക്കുള്ള വർത്താനം. കുറേ ടൈം ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം ടോക്സിക് ആയെന്ന്. ഇനി നേരത്തെ വിളിച്ചതിന് പെർമനന്റ് തന്നെയാണ്. ഞാൻ ഇപ്പൊ തരണില്ല. എന്ത് നേരത്തെ വിളിച്ചതിനാണ്? അല്ല അത് വിളിച്ചത് ബീസ്റ്റ് പിണ്ടായിരിക്കും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ നേരത്തെ വിളിച്ചതെന്നും കൂടി പറയുന്ന. ഞാൻ ഇടുന്നത് ടോക്സിക് ആയിട്ട് ഞാൻ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ മൈക്കി നീ മൈക്ക് വിട്ടി, ഞാൻ മൈക്കിയോട് ചോദിച്ചോളാം. മൈക്കിനോട് ചോദിച്ചോ. ഓക്കെ എന്താടാ മൈക്ക് ഗ്യാങ്ങിലുണ്ടോ? KVA ഗ്യാങ്ങിലാണോ? അല്ല ആള് KVന്ന് ഇറങ്ങിയ ഒരു നമ്പറാണ്. സിറ്റുവേഷനിലൊക്കെ ആള് ഇൻവോൾവ്ഡ് ആയിരുന്നു. KVയുടെ കൺഫേം ചെയ്തോട്ടെ. മറ്റേ ബാക്കപ്പ് വിളിക്കാനുണ്ട്. അതിന്റെ ഇത് വെച്ചാണ് അവന്മാർ ഇന്നത്തെ മറ്റേ സിറ്റുവേഷൻ റിക്കവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പയ്യനെ അടിച്ചതിലാണ് അവന്മാര് കയറി വന്നത്. അതിനാണ് മറ്റേ സംസാരിച്ചത്. ബ്രോ ഇന്ന് മറ്റേ സർവറിന്റെ കത്തലാണോ ബ്രോ? ഇന്നലത്തെ എന്തായിരുന്നു വിഷയം? മറ്റേ ഡിയോസിന്റെ നോക്കണ്ട വരും. മറ്റേ ഇന്ന് എപ്പോഴാ പോയിന്റ് ഓവർ വെച്ചാണ്? 10. ബ്രോ ഇന്നലെ ഞാൻ മറ്റേ കോപ്പി പേസ്റ്റ് ചെയ്യുമായിരുന്നു മറ്റേ ക്യാപ്ചറിന്റെ. അത് എനിക്ക് വിഷമം വന്ന് സത്യം പറയാല്ലേ. അത് നിങ്ങൾ ക്യാപ്ചർ ഡിലേ ഇഷ്യൂ മനസ്സിലായോ? ഇന്നുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു.
ഞാൻ കേവിലല്ല ടോക്കിയോയിലാണ്. ടോക്കിയോയിലോട്ട് റോള് കിട്ടണമെങ്കിൽ അടേ പേര് മാറ്റണം ഞാൻ കാണട്ടെ, ഇതല്ല മൈക്ക്, ഇത് വേറെ മൈക്കാന്ന്. എൻ്റെ ഫ്രണ്ടായ മൈക്ക് ഇതല്ല. വെറുതെ വിളിച്ചു കൊടുക്കുന്നത്. KVA മൈക്കിയല്ലടാ പറഞ്ഞ ബീസ്റ്റേ. മാനിയ കുറോ KV മൈക്കാണോ ഇങ്ങനത്തെ മൈക്കാ? KVA മൈക്ക്. ഇവന്റെ പേര് KVA എന്നല്ലേ? ടോമിയോ ടോക്കിയോ IQ ഒക്കെ വേറെ. ഒരു മിനിറ്റ് അപ്പൊ ഒറ്റ മിനിറ്റ്. ഇപ്പൊ ആൾ IG നെയിം ചേഞ്ച് ഇട്ടിട്ടുണ്ടായി. ഞാൻ അക്സെപ്റ്റ് ചെയ്യാനാണ് വിളിച്ചിട്ട് വന്നത്. ഓക്കെ, ഇതാണ് KV മൈക്ക്. ചുമ്മാ അതെങ്ങനെയാ ബ്രോ? ഹലോ മൈക്കി ബ്രോ. ചുമ്മാ മൈക്കി ബ്രോ ഒന്ന് സംസാരിച്ച് അതെങ്ങനെ? ഞാൻ സിറ്റി കയറിയപ്പോഴുണ്ട്. അല്ല, ആളുടെ നെയിം ചേഞ്ച് IG അക്സെപ്റ്റ് ചെയ്തില്ല. വേണമെങ്കിൽ IG കയറാം. ഞാൻ നോക്കട്ടെ. എടാ ഞാനൊരു കാര്യം പറയാം. എടാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം, ഇതെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടായ മൈക്ക്. നിങ്ങളെന്താ കളിക്കുന്നത്? അത് ഇവർക്ക് ആക്ഷൻ കൊടുത്ത കുഴപ്പമില്ല. ഇതെല്ലാം മൈക്ക്, എൻ്റെ ഒപ്പം ഉണ്ടായ മൈക്ക് ഇതല്ല. ഇത് ഏത് മൈക്ക്? പാവ ചക്കടിക്കെല്ലാം കൊടുത്ത് ആക്ഷൻ കൊടുക്കാൻ പോതാ. എടാ എൻ്റെ ഒപ്പം ഉണ്ടായ കുറച്ചു നേരം ഇത്തിരി ശരി. ആണുങ്ങള്